അഭിയോട് എനിക്ക് ഇപ്പോഴും നിറഞ്ഞ സ്നേഹമുണ്ട്. ഒരു നിസ്സാര കാരണത്തിന്റെ പേരില് നമ്മൾ തമ്മിലുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ അഭി എന്നെ വേണ്ടെന്ന് വെച്ചാലും ആ സ്നേഹത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും ഒരു സന്യാസിനെ പോലെ ജീവിക്കാനും എനിക്കാവും. മറ്റൊരു പുരുഷനും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. താനല്ലാതെ മറ്റൊരാള് എന്റെ ജീവിതത്തിലുണ്ടാവില്ല എന്നുവെച്ച് തന്നോട് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത ആളാ അഭി. അവസാനമായി ഒരു ഉപകാരം കൂടി ചെയ്യണം. ആ ഉപകാരം ചെയ്യാമെന്ന് അഭി എനിക്ക് വാക്ക് തരണം. നമ്മുടെ എൻഗേജ്മെന്റ് നടത്തണമെന്ന ആവശ്യവുമായി എന്റെ അച്ഛനും അനിയത്തിമാരെ അഭിയെ വിളിക്കും. അപ്പോ കൃഷ്ണേട്ടന്റെ പേരും പറഞ്ഞ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറരുത്. മറ്റെന്തെങ്കിലും ഒരു കള്ളം പറയാൻ ശ്രമിക്കണം. സത്യത്തില് നമ്മൾ പിരിയാൻ തീരുമാനിച്ചോ? അച്ഛന്റെ കാര്യത്തിൽ അപ്പൊ ഇങ്ങനെ കടുംപിടുത്തം തുടർന്നാ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബന്ധം പിരിയുകയല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും അഭി എനിക്ക് തന്ന വാക്ക് പാലിച്ചേ പറ്റൂ. നമ്മൾ തമ്മിലുള്ള ബന്ധം പിരിയുന്നതിന്റെ പേരില് ഞാൻ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തില്ല. അഖിലയുടെ അനഘയുടെ വിവാഹം നടത്താൻ അഭി എന്റെ കൂടെ ഉണ്ടാവണം. നമ്മൾ തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അനിയത്തിമാരുടെ കല്യാണം നടത്താൻ ഞാൻ തന്നെ കൂടെ ഉണ്ടാവും. ഇതെന്റെ വാക്ക. ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ? ഞാൻ പൊക്കോട്ടെ അഭി. അവളകലും അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും. അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്തേ ഈ വഴിയിൽ വഴിമറയുമേതോ നിഴലിൽ അമൃതയോട് പറഞ്ഞെത്തിരി കൂടിപ്പോയി. ഇത്രയ്ക്ക് പറയണ്ടായിരുന്നു. പറയാതെ എന്തിനും കൂടെ നിന്നവൾ മൊഴി മറന്നു പോയോ? ഇടനെഞ്ചിലായിരം കനവെറിഞ്ഞവൾ കഥ മറന്നു പോയോ? കരിവളകൾ അവളണിയും അവളുടെ കാൽപ്പാടുമായി അമൃത നടക്കണ്ട, ഞാൻ വീട്ടിൽ വിടാം. കാല് പൊട്ടുന്നവരെ ഞാൻ നടക്കും. അതൊക്കെ എന്റെ സ്വാതന്ത്ര്യ. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി കാണും. ഇതാ ശരിയായ തീരുമാനം. വിവാഹമേ വേണ്ടാന്ന് തീരുമാനിച്ചിരുന്ന എനിക്ക് ഓർമ്മിക്കാൻ എന്റെ പ്രായത്തിൻ്റെതായ നല്ല ചില ഓർമ്മകൾ തന്ന അഭിയോട്
എനിക്കെന്നും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.